അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. 92-ാം സങ്കീർത്തനവും ദൈവത്തെ സ്തുതിക്കുന്നതിനെ കുറിച്ചും വാഴ്ത്തുന്നതിനെ കുറിച്ചുമുള്ളതായ ഒരു വേദഭാഗമായി നമുക്കിതിനെ പ്രാരംഭ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നു. ഇങ്ങനെ വായിച്ചു തുടങ്ങുകയാണ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസതയും വർണ്ണിക്കുന്നത് നല്ലത്. രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. അത് വിവിധമാകുന്ന വാദ്യോപകരണങ്ങൾ കൊണ്ടും അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെയും നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം അനുവാദം തരുന്നുണ്ട്. 180-ാം സങ്കീർത്തനത്തിൽ നമുക്കതിനെ കുറിച്ച് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. 149-ാം സങ്കീർത്തനത്തിലും നമുക്ക് അതിൻ്റെ ചില വാക്യങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ദാവീദിന്റെ ഏത് സങ്കീർത്തന ഭാഗങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും നമുക്ക് ലഭിക്കുന്ന എല്ലാ അവസരവും ഉപയോഗിക്കുവാൻ താൻ എല്ലാ ഭക്തന്മാരെയും പ്രബോധിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ മൃഗപ്രായനായ മനുഷ്യൻ ഇത് അറിയുന്നില്ല. 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മൂഢൻ അത് ഗ്രഹിക്കുന്നതും ഇല്ല. അപ്പോൾ മൃഗപ്രായനായ മനുഷ്യൻ ഇത് അറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നതുമില്ല. എങ്ങനെയാണ് മനുഷ്യൻ മൃഗപ്രായനായി തീരുന്നതെന്ന് ദാവീദ് തന്നെ പറയുന്നുണ്ട്. മാനത്തോടെ ജീവിക്കേണ്ട മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാകും. അപ്പൊ മാനത്തോടെയും വിവേകത്തോടെയും ജ്ഞാനത്തോടെയും ജീവിക്കുന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ സ്തുതിക്കുന്നത് നല്ലതാണ്. 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ തൻ്റെ ദയയും രാത്രി തോറും തൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലതാണ്. വേദപുസ്തകം നമ്മൾ പരിശോധിച്ചാൽ മോശമായ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ പാടില്ല, ചെയ്യരുത് എന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് നല്ലത് എന്നാണ് ദൈവം കണ്ടിട്ടാണ് നമ്മളോട് അത് ചെയ്യുവാൻ പറയുന്നത്. ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടിയെക്കുറിച്ചും ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് ദൈവം കണ്ടത് എല്ലാ തരത്തിലും എല്ലാ രീതിയിലും മനുഷ്യർക്ക് അവ എന്നും എപ്പോഴും ജീവിതത്തിൽ നല്ലത് തന്നെയാണ്. അപ്പൊ നല്ലത് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെ വർണ്ണിക്കുന്നതും കീർത്തിക്കുന്നതും നല്ലതാണ്. അത് രാവിലെ തൻ്റെ ദയയും രാത്രി തോറും തൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലതാണ്. ഈ ലോകത്ത് മറ്റു പലതിനെക്കുറിച്ചും വർണ്ണിക്കുവാൻ നമുക്ക് ഇഷ്ടംപോലെ സമയവും ലഭിക്കാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ വാചാലരാകാറുണ്ട്. ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ ആവേശത്തോടു കൂടിയാണ് പലരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്നാൽ ദൈവികമായ കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും അവരുടെ വായിൽ നാക്കുണ്ടോ എന്ന് പോലും തപ്പി നോക്കണം. ദൈവം നമുക്ക് സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുവാൻ അവസരവും ആരോഗ്യവും ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിലും ദൈവസഭയിൽ വന്നിരിക്കുമ്പോഴെങ്കിലും ഒരു സ്തോത്രം പറയുവാനുള്ളതായ മാനസികമായ താല്പര്യം തീർച്ചയായും നമുക്കുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ വലിയ വിടുതലായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടതായി വരുന്നത് എന്ന് 4-5 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഹോവേ, നിന്റെ പ്രവർത്തികൾ കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവർത്തികളെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. യഹോവേ, നിന്റെ പ്രവർത്തികൾ എത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കേണ്ടതായി വരുന്നത്? ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മളോടുള്ള ബന്ധത്തിൽ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ അത് വളരെ വലിയവയാകുന്നു. ദൈവത്തിന് മനുഷ്യനോടുള്ളതായ ബന്ധത്തിൽ തൻ്റെ വിചാരങ്ങളും അത്യന്തം അഗാധമായവയാകുന്നു.
അപ്പോൾ ഇതൊക്കെയാണ് മൃഗപ്രായനായ മനുഷ്യൻ അറിയാതെ പോകുന്നത്. ദൈവത്തെ സ്തുതിക്കണമെന്നും ദൈവത്തിന് നമ്മളോടുള്ളതായ തൻ്റെ പ്രവർത്തികൾ എത്ര വലിയവയാണെന്നും നമ്മളെക്കുറിച്ചുള്ളതായ വിചാരങ്ങൾ എത്ര അഗാധമായവയാണെന്നും മൃഗപ്രായനായ മനുഷ്യൻ ഇതറിയുന്നില്ല. മൂഢൻ അത് ഗ്രഹിക്കുന്നതുമില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. പുതിയ നിയമത്തിൽ നമുക്കൊരു വാക്യം കാണാൻ കഴിയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നു എങ്കിൽ അവർ ക്രൂശിക്കയില്ലായിരുന്നു. പക്ഷെ അവനെ അവരറിയാതെ പോയി. അപ്പോൾ മൃഗപ്രായനായ മനുഷ്യനും മൂഢനുമാണ് അത് ഗ്രഹിക്കാതെ പോകുന്നത്. ഈ ലോകത്തിലുള്ള ഏത് നല്ല കാര്യങ്ങളും അവർക്ക് പലപ്പോഴും അറിയില്ല. അത് ചെയ്യണമെന്നവർക്ക് അറിയില്ല. അത് മനസ്സിലാക്കുവാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ മൃഗപ്രായനായവനും മൂഢനുമായ മനുഷ്യനാണ് ഇതിനൊന്നും വലിയ താല്പര്യമില്ലാതെ, അതായത് ദൈവത്തെ സ്തുതിക്കുന്നതിനോ മഹത്വപ്പെടുത്തുന്നതിനോ വലിയ താല്പര്യമില്ലാതെ, ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ വിചാരങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തികളും നമ്മളോടുള്ള ബന്ധത്തിൽ അത്യന്തം അഗാധമായവയാണെന്നും എത്ര വലിയവയാണെന്നും അവർ ഗ്രഹിക്കാതിരിക്കുന്നു. രാത്രിയിലെങ്കിലും നമ്മൾ തിരിച്ചറിയുക, നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വിചാരങ്ങൾ വളരെയാകുന്നു. നമുക്ക് നമ്മുടെ ഭാര്യയെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, മാതാവിനെക്കുറിച്ച്, പിതാവിനെക്കുറിച്ച്, സഭയെക്കുറിച്ച്, സഭാവിശ്വാസികളെ കുറിച്ചൊക്കെ അത്ര വലിയ വിചാരങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതൊക്കെ ഭാഗീയമായിട്ടാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ദൈവത്തിന് തൻ്റെ സഭയെക്കുറിച്ചും തൻ്റെ ജനത്തെക്കുറിച്ചും തൻ്റെ ദാസനെക്കുറിച്ചും കൂടി വരുന്ന ഓരോ വിശ്വാസികളെ കുറിച്ചും ഈ ലോകത്തിലുള്ള ഏത് മനുഷ്യനെ കുറിച്ചുമുള്ളതായ വിചാരങ്ങൾ അത്യന്തം അഗാധമായവയാണ്. നാം ഓരോ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കുക. എഴുതിയാൽ 80 വർഷത്തെ നമ്മുടെ ഇഹലോക ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ കഴിവ് കൊണ്ടും മിടുക്കുകൊണ്ടും പ്രശസ്തി കൊണ്ടും പദവി കൊണ്ടും കുടുംബ മഹിമകൾ കൊണ്ടും നിലനിന്നു പോകുന്നതല്ല, നടക്കുന്നതല്ല. അതിൻ്റെ പിന്നിൽ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ളതായ വിചാരങ്ങളും വികാരങ്ങളും അത് നിരവധിയാണ്. നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മളെ ഏത് രീതിയിലും രക്ഷിച്ചെടുക്കുവാനുള്ളതായ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ വലിയവയാണ്, അത്യന്തം അഗാധമായവയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മളെ സ്നേഹിച്ചു. അപ്പൊ ദൈവത്തിന് നമ്മളെക്കുറിച്ച് യാതൊരു വിചാരവുമില്ലേ? നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമുക്ക് നൽകുന്നു. ദൈവത്തിന് നമ്മളെക്കുറിച്ച് യാതൊരു വിചാരവുമില്ലേ? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ളതായ വിചാരങ്ങൾ, പദ്ധതികൾ അത് അത്യന്തം അഗാധമായവയാണ്. നമ്മളത് തിരിച്ചറിയുന്നില്ല. കാരണം നമ്മൾ മൃഗപ്രായനായ മനുഷ്യനാണ്, മൂഢനാണ്. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത്. അതുകൊണ്ട് ദാവീദ് പറയുന്നത് പോലെ വിവേകഹീനനായാൽ നാം നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനായി മാറുന്നു. അതുകൊണ്ട് വിവേകത്തോടുകൂടി ദൈവത്തിന് നമ്മളോടുള്ളതായ വിചാരങ്ങളും ദൈവത്തെ നാം ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതായ പ്രവർത്തികളും അത് മുഖാന്തരം കർത്താവിനെ, അത്യുന്നതനായ ദൈവത്തെ കീർത്തിക്കുകയും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരങ്ങളുമുള്ള കിന്നരം കൊണ്ടും രാവിലെ തോറും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലതാണെന്ന് ഇന്ന് രാത്രിയിൽ വിവേകമുള്ളവർ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയായിത്തീരുന്നെങ്കിൽ ജീവിതത്തിൽ അത് വലിയ വിടുതലായിത്തീരും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നാം തിരിച്ചറിയുക, നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നത് നല്ലതാണ്. രാത്രി തോറും അവൻ്റെ വിശ്വസ്തതയെ വർണ്ണിക്കുന്നത് നല്ലതാണ്. അവൻ്റെ പ്രവർത്തികളെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നത് നല്ലതാണ്. അവന് നമ്മളോടുള്ളതായ വിചാരങ്ങൾ വളരെയാണ്. നാം തിരിച്ചറിഞ്ഞ് ആ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക, ആരാധിക്കുക. തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്ന ദൈവം അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. ജയോത്സവമായി നടത്തണം. കർത്താവിനെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് അവനെ എന്തുകൊണ്ട് ദൈവം ആരാധിക്കണമെന്ന് മഹത്വപ്പെടുത്തണമെന്ന് തിരിച്ചറിഞ്ഞ് ആ കർത്താവിനെ രാവിലെ തൻ്റെ രാത്രി തോറും അവൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. അതുകൊണ്ട് രാത്രിയിൽ ഞങ്ങളെ അതിനായി ഒരുക്കണം.
സഹായിക്കണം. യേശുക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ തന്നെ അമേൻ. ദൈവം നമ്മളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.